സന്ധ്യാദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഭാരതത്തിൽ എത്രയെത്ര ആരാധനാലയങ്ങളാണുള്ളത്. അവയിൽ നമുക്ക് സന്ദർശിക്കാൻ കഴിയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. ചില പ്രാർത്ഥനകളിൽ ചില അമ്പലങ്ങളിലും മൂർത്തികളെയും പരാമർശിക്കുന്നുണ്ട്. അത്തരം പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിനെ ആ പുണ്യഭൂമിയിലേക്ക് പറത്തിക്കൊണ്ടുപോകുന്നു. ജീവിതത്തിൽ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയ്ക്കിടയിൽ ഓരോരുത്തരും ഭഗവാന് മുന്നിൽ നിരത്തുന്ന പരാതികൾ ഭിന്നമാണ്. പ്രാർത്ഥനകൾ നിഷ്കാമമാകണം എന്ന് പറയുമ്പോഴും ഒരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ ആവശ്യവും പ്രയാസങ്ങളും കടന്നു വന്നേക്കാം. ഇതിൽ തെറ്റൊന്നുമില്ല. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. കണ്ണാ 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 ഓടിവാ താമര കണ്ണാ 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 ഓടിവാ താമര കണ്ണാ നിറമെഴും വനമാല ചാർത്തി നീവാ നിറമെഴും വനമാല ചാർത്തി നീവാ കണ്ണാ 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 ഓടിവാ താമര കണ്ണാ 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 ഓടിവാ താമര കണ്ണാ. മുടിയിങ്കൽ പീലി ചൂടി പരിചൊടുവാവാ ഗണതല വീസിത തുളസിദളവുമാ മുടിയിങ്കൽ പീലി ചൂടി പരിചൊടുവാവാ ഗണതല വിലസിത തുളസിദളവുമായി കാർവർണ്ണ കണ്ണാ കണ്ണാ ഓടിവാ താമര കണ്ണാ 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 ഓടിവാ താമര കണ്ണാ. കയ്യിൽ വളമോതിരവും അഴകൊടു മുരളിയുമായി വനമാലാധര കയ്യിൽ വളമോതിരവും അഴകോലും മുരളിയുമായി വനമാലാധര പീതാംബരവുമായി കാർവർണ്ണനേ കരുണാകര കാർവർണ്ണനേ താമര കണ്ണാ 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 ഓടിവാ താമര കണ്ണാ 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 ഓടിവാ താമര കണ്ണാ. പെൺ പൈതൽ മാറി യശോദ വളർത്തിയ ദേവകി നന്ദനനാം മാധവനേവാ പെൺ പൈതൽ മാറി യശോദ
കണ്ണ കണ്ണ ഓടിവ താമരക്കണ്ണ നിറമേഴും വനമാല ചാത്തി നീവാ നിറമേഴും വനമാല ചാത്തി നീവാ കണ്ണ കണ്ണ ഓടിവ താമരക്കണ്ണ കണ്ണ കണ്ണ ഓടിവ താമരക്കണ്ണ കണ്ണ ഓടിവ മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ ചെന്നു ചാടാത്ത അബദ്ധങ്ങളില്ല. അതുകൊണ്ട് തന്നെ പലരിൽ നിന്നായി പലതവണ ശാപം ഏറ്റുവാങ്ങിയ ദേവനാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ ശാപങ്ങളിലൂടെയാണ് ഇന്നത്തെ കഥയമാമ സഞ്ചരിക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. കഥയമാമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ചന്ദ്രദേവനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചന്ദ്രനെ വലിയ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും കൊച്ചുകുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ചന്ദ്രനെ അമ്പിളി മാമനെ കാണിച്ചു കൊടുത്തൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പാരമ്പര്യമൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത്രയധികം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ദേവനാണ് ചന്ദ്രൻ. ചന്ദ്രൻ സൂര്യനെ പോലെയല്ല, തണുപ്പാണ് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെയോടൊപ്പം നിൽക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആ ചന്ദ്രന് അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവം കാരണം നിരവധിയായിട്ടുള്ള ശാപങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കഥയമാമയുടെ അധ്യായത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ശാപം, വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ്. അത് നമുക്ക് പരിചയപ്പെടാം. ഈ കഥ മഹാഗണപതി ചന്ദ്രന് നൽകിയിട്ടുള്ള ശാപമാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കഥ നടക്കുന്നത് ഒരു വിനായക ചതുർത്ഥി ദിവസമാണ്. ഭഗവാന്റെ പിറന്നാളായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുന്ന ആ ഭഗവാനെ, ആ ഗണേശനെ ഇന്ദ്രൻ ഒരു വിരുന്നിനായി അദ്ദേഹത്തിൻ്റെ ദേവലോകത്തേക്ക് വിളിക്കുന്നു. അവിടെ ചെന്ന ഭഗവാൻ നിരവധിയായിട്ടുള്ള സ്വീകരണങ്ങളും പൂജയൊക്കെ ഏറ്റുവാങ്ങുന്നു. ഇന്ദ്രൻ എല്ലാ തരത്തിലുള്ള ആ ധാർഷ്ട്യവും മാറ്റിവെച്ച് തൻ്റെ മുമ്പിലിരിക്കുന്നത് പരബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ ശിവപുത്രനായിട്ടുള്ള ഭഗവാനെ പൂജിക്കുന്നു. പൂജയ്ക്കൊക്കെ ശേഷം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭഗവാന് ഇന്ദ്രൻ നൽകുന്നു. ഭഗവാനാണെങ്കിൽ ഇതൊക്കെ കിട്ടിയ സമയത്ത് വലിയ സന്തോഷമായി. തൻ്റെ പിറന്നാൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ മനസ്സ് കാണിച്ച ഇന്ദ്രനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആഹാരമൊക്കെ ഭഗവാൻ ആവും വിധം കഴിച്ചു. അപ്പം ആ സമയത്ത് ആ ആഹാരങ്ങൾക്കൊക്കെ വലിയ രുചി ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ അളവിലധികം ഭഗവാൻ ഭക്ഷിച്ചു എന്നും പറയാറുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഗൃഹത്തിലേക്ക്, കൈലാസത്തിലേക്ക് ഭഗവാൻ തിരിച്ചു പോകാനായി തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികനെ ഭഗവാൻ സ്മരിക്കുന്നു. ഭഗവാൻ സ്മരിച്ച മാത്രയിൽ തന്നെ മൂഷികൻ പ്രത്യക്ഷനായി. അങ്ങനെ മൂഷികൻ്റെ പുറത്ത് ഭഗവാൻ കൈലാസത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അധികമായിട്ട് മധുരപലഹാരങ്ങൾ കഴിച്ചതുകൊണ്ടും ഒരുപാട് ഭക്ഷണം കഴിച്ചതുകൊണ്ടും ഭഗവാന് ആലസ്യം ഉണ്ടായി എന്നാണ്. ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു അംശം ഭഗവാനിൽ അധികമായിട്ട് കണ്ട സമയത്ത് എപ്പോഴോ ഭഗവാൻ ഈ മൂഷികൻ്റെ ദേഹത്ത് നിന്ന് താഴേക്ക് വീണു എന്നാണ് പറയുന്നത്. ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് വീണ സമയത്ത് ആരോ ഒരാൾ ഭഗവാനെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഒരു ശബ്ദമാണ് മഹാഗണപതി കേട്ടത്. പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ വീണത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ഭഗവാനെ കളിയാക്കി ചിരിക്കുന്നതാണ് ഭഗവാൻ കാണുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ഇതേ ചന്ദ്രദേവൻ തന്നെയായിരുന്നു എന്നാണ്. ആ ഭഗവാന് വന്ന ദേഷ്യത്തിൻ്റെ അളവിന് അതിരില്ലായിരുന്നു എന്നാണ്. കാരണം വീണ് കിടക്കുന്ന ഒരാളെ നോക്കി ചിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ദുഷ്ട മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സാധാരണ രീതിയിൽ വീണ് കിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കാനും അവരെ വീണ്ടും ശക്തരാക്കി തിരിച്ചു കൊണ്ടുവരാനുമാണ് ആളുകൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ വീഴുമ്പോൾ പരിഹസിക്കുകയല്ല. ഇവിടെ ചന്ദ്രൻ ഭഗവാനെ പരിഹസിച്ചതുകൊണ്ട് ഭഗവാന്റെ ക്രോധത്തിന് ചന്ദ്രൻ ഇരയാവുകയും ഇന്നേ ദിവസം നിന്നെ നോക്കുന്നവരെല്ലാവരും തന്നെ അവർക്കൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപഖ്യാതി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ്
ശപിച്ചു എന്നാണ്. ചെയ്യാത്ത തെറ്റിന് അവരൊക്കെ പഴി കേൾക്കേണ്ടി വരട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒരു ഉഗ്രൻ ശാപം ചന്ദ്രൻ ലഭിച്ചു എന്നാണ്. അല്ലെങ്കിലേ അറിയാം ദക്ഷന്റെ ശാപമുണ്ട്, മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് മാറിയത്. ഇനി മഹാഗണപതിയുടെ ഒരു ശാപം കൊണ്ട് ഇനിയും എൻ്റെ കീർത്തിക്ക് പ്രയാസം തോന്നുന്നു എന്ന് മനസ്സിലാക്കിയ ചന്ദ്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഭഗവാനെ നമസ്കരിക്കുന്നു, ശാപമോക്ഷം തരണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പം ഭഗവാന്റെ ഉപദേശമുണ്ട്. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളത് പറയേണ്ടതാണ്. കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ രൂപം കൊണ്ട് ഭക്ഷണം അധികമായി കഴിച്ചുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ, കുറച്ച് തടിയുള്ള ആളുകളെയൊക്കെ തന്നെ കളിയാക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം ഉണ്ട്. ഒരു തരത്തിൽ ഇന്ന് നമ്മൾ അതിനെ ബോഡി ഷേമിങ് എന്നൊക്കെ വിളിക്കും. അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളായിരുന്നു മഹാഗണപതി. ഒരാളുടെ രൂപത്തെ നോക്കി, അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനെ നോക്കി അയാളെ കളിയാക്കുക എന്ന് പറയുന്നത് അത്യന്തം നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ചന്ദ്രന്റെ ഗതി ഉണ്ടാവുന്നതാണ്. ഭഗവാന്റെ പ്രസാദം ഒരിക്കലും അവർക്ക് കിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കുക. എങ്കിലും തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രൻ ഭഗവാനെ നമസ്കരിച്ചതിലൂടെ ഈ അപഖ്യാതി പോവാനായി ശ്രീമദ് ഭാഗവതത്തിലെ സ്യമന്തകം കഥ കേട്ടാൽ മതി, അത് കേട്ട് കഴിഞ്ഞാൽ ഈ അപഖ്യാതി ഉണ്ടാവില്ല എന്നൊരു അനുഗ്രഹം കൂടെ മഹാഗണപതി കൊടുത്തു തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രന് എന്നും ആ കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ശാപങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ ഒരു തിരിച്ചറിവിനുള്ള ഒരവസ്ഥയാണ്. നമ്മൾ ഏതു തരത്തിൽ ചിന്തിക്കുന്നു, ആ ചിന്തിച്ച രീതിയിൽ നിന്ന് മഹാത്മാക്കളുടെ ശാപം കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കുമെങ്കിൽ ശാപം പോലും നല്ലതായിട്ടാണ് കണക്കാക്കുന്നത്. ജയവിജയന്മാരെ സനകാദി മുനികൾ ശപിച്ചത് കൊണ്ടാണ് നമുക്കൊരു നരസിംഹാവതാരവും ശ്രീകൃഷ്ണാവതാരവും ഒക്കെ കിട്ടിയത്. അതുപോലെ ഓരോ ശാപത്തിന് പുറകിലും ഒരു തിരുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ചന്ദ്രന് അതിന് സാധിച്ചു. ഒരിക്കലും പിന്നീട് ഒരാളെയും രൂപം കൊണ്ട് കളിയാക്കുന്ന ഒരു പ്രവണത ചന്ദ്രന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ശാപങ്ങൾ ചന്ദ്രന് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മറ്റൊരധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇന്നേ ദിവസം ചന്ദ്രന് കിട്ടിയിട്ടുള്ള ഈ ശാപത്തെയും ആ ശാപത്തിലൂടെ ചന്ദ്രനുണ്ടായിട്ടുള്ള തിരിച്ചറിവിനെയും അതിനൊക്കെ കാരണമായിട്ടുള്ള ആ മഹാഗണപതി ഭഗവാനെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ ക്ഷേത്രങ്ങളിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തേണ്ട ചടങ്ങാണ് ദ്രവ്യകലശം. കലശമാടുന്ന ദിനങ്ങളും സമയവും ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. നാരായണ 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 നാരായണ. ഇത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിച്ചത് മധ്യമ പാണ്ഡവനായ അർജുനനാണ് എന്നാണ് ഐതിഹ്യം. മഹാവിഷ്ണു സത്രം, ശ്രീ മഹാവിഷ്ണു സത്രം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യവും മാഹാത്മ്യവും അത്ഭുതകരമാവണ്ണം ഇവിടെ സർവദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. മഹാവിഷ്ണു സത്രം, തിരുവാറന്മുള മതിലകമൂളം പുകൽ പെറ്റുള്ളൊരു സന്നിധിയിൽ മഹാവിഷ്ണു സത്രം. തിരുവാറന്മുള മതിലകമൂളം പുകൽ പെറ്റുള്ളൊരു സന്നിധിയിൽ മഹാവിഷ്ണു സത്രം. പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്ഷേത്രം. ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്രമുറ്റം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ്. തറനിരപ്പിൽ നിന്നും സമുന്നതമായ സ്ഥാനത്താണ് അമ്പലം. 18 കരിങ്കൽ പടവുകൾ കയറണം കിഴക്കേ ഗോപുരപ്പടിയിൽ എത്തുവാൻ. 4 ഗോപുരങ്ങളിൽ കിഴക്കേ നട ഗോപുരത്തിനാണ് ഗംഭീരവും കലാസുഭകവും. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണിയിച്ചതാണ് വാമനന്റെ വട്ടമേറും മോതിരം പോലുള്ള മതിൽക്കെട്ട്. വണ്ടു തൃക്കൊടിത്താനം അമരും ഭഗവാനേ, തൃച്ചിറ്റ
ചിറ്റാറ്റും തൃപ്പുലിയോരും. ആറന്മുള ക്ഷേത്രം പണ്ട് ഊരാളന്മാരുടെ വകയായിരുന്നു. അക്കാലത്ത് ദേവസ്വം വകയായി പല സ്ഥലങ്ങളിൽ മഠങ്ങളും നെൽപ്പുരകളും ഉണ്ടായിരുന്നു. ചിങ്ങമാസത്തിൽ ഓണത്തിനു മുൻപ് വരുന്ന പൂരാടത്ത് നാൾ ആ നെൽപ്പുരകളിലെല്ലാം അഗതികൾക്ക് നെല്ല് കൊടുക്കുക പതിവായിരുന്നു. ആ ദിവസം നെല്ല് വാങ്ങുന്നതിനായി അനേകം അഗതികൾ നെൽപ്പുരകളിൽ എത്താറുണ്ട്. ഓണനാൾ ആരും ആ ദേശത്ത് പട്ടിണിയാകരുത് എന്നതാണ് ദേവന്റെ ഹിതം. ഒരിക്കൽ ഓണത്തിന് നെല്ല് കൊടുത്തപ്പോൾ നെല്ല് വാങ്ങുന്നതിനായി നാരങ്ങാനം എന്ന സ്ഥലത്തുള്ള നെൽപ്പുരയിൽ ചെന്ന ഒരു ചണ്ടാലിക്ക് നെല്ലളവുകാർ നെല്ല് കൊടുത്തില്ല. വയോവൃദ്ധയും അഗതിയും രോഗിണിയുമായ ചണ്ടാലി ദുഃഖിതയായി നെല്ല് തരുമെന്ന വിശ്വാസത്താൽ കാത്തുനിന്നു. സന്ധ്യയായപ്പോൾ അതികലശമായി മഴ പെയ്തു തുടങ്ങി. മഴയായതിനാൽ വൃദ്ധ തിരിച്ചു പോകാൻ കഴിയാതെ പുലരുന്നതുവരെ അവിടെ തന്നെ കാത്തുനിൽക്കാൻ തീരുമാനിച്ചു. വിശപ്പും അന്തരീക്ഷത്തിലെ കഠിനമായ തണുപ്പും മൂലം ചണ്ടാലി അവിടെ കിടന്നു മരിച്ചു. തുടർന്ന് ഊരാളന്മാർക്കും കാരാളന്മാർക്കുമെതിരെ കഠിനമായ ദേവകോപം ഉണ്ടായി. ഇതിന്റെ കാരണമറിയാത്ത അവർ ദേവപ്രശ്നം വച്ചുനോക്കി. ചണ്ടാലിക്ക് നെല്ലു നൽകാത്തതിലുണ്ടായ ദേവകോപം വിഘ്നങ്ങൾക്ക് കാരണമാകും എന്നവർ കണ്ടെത്തി. ഈ ദോഷശാന്തിക്കായി ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തർ എന്നും ആണ്ടുതോറും ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഉപവാസമായി ക്ഷേത്രത്തിൽ താമസിക്കാനും തീരുമാനിച്ചു. ഈ വിധിപ്രകാരം ഇപ്പോഴും ക്ഷേത്രത്തിൽ ചടങ്ങ് നടന്നുവരുന്നു. ആറന്മുള ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആറന്മുള ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ശ്രാവണമാസത്തിൽ പമ്പാ നദിയുടെ തെക്കേ തീരത്ത് ഒരു ബാലബ്രഹ്മചാരി ആരെയോ കാത്തെന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചില ചാക്കന്മാർ മുള കൊണ്ടുള്ള ചങ്ങാടത്തിൽ താഴോട്ടു പോകുന്നത് അദ്ദേഹം കണ്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി, എങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത്? നദിയുടെ കുറെ താഴോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 6 മഞ്ഞമുളകൾ കൊണ്ട് അവരൊരു ചങ്ങാടമുണ്ടാക്കി ദിവ്യരൂപിയായ ആ ബ്രാഹ്മണകുമാരന് നൽകി. ഇതിൽ കയറി അങ്ങേക്ക് താഴോട്ട് പോകാം. ഒഴുക്കുണ്ട്, തുഴയേണ്ട ആവശ്യമില്ല. പോരെങ്കിൽ അടിയങ്ങൾ പിറകെയുമുണ്ട്. ഒഴുക്കുവാക്കിന് നിരപായം ആ ചങ്ങാടം പടിഞ്ഞാട്ട് നീങ്ങി ബ്രഹ്മചാരിയുമായി. ആകാശവും ഭൂമിയും അർക്കൻ അന്തിക്കതിർ പൊന്നിൽ അലങ്കരിച്ച നേരത്ത് ചങ്ങാടം നദിയുടെ തെക്കേ കരയിൽ ഒരു സ്ഥലത്ത് തനിയെ കര ചേർന്നടന്നു. ചാക്കന്മാർ ബാലയോഗിയെ താണു തൊഴുത് യാത്ര പറഞ്ഞ് അവരുടെ വഴിക്ക് പോയി. ചങ്ങാടം കരക്കെടുത്ത സ്ഥലത്തിന് പിൽക്കാലത്ത് ഇടയാറന്മുള എന്ന പേരുണ്ടായി. കൃഷ്ണവർണ്ണനായ ബ്രാഹ്മണ ബാലൻ ചങ്ങാടത്തിൽ നിന്നും കരയ്ക്കിറങ്ങി സന്ധ്യാവന്ദനം നടത്തി ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദിക്കിലുള്ള ചിലർ അദ്ദേഹത്തെ കാണുവാനിടയായി. ഇരുട്ടു വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ സമീപത്ത് ഒരു കൃഷിവലൻ അവന്റെ കാവൽ മാടത്തിൽ നിന്ന് തീ കായുകയായിരുന്നു. മാടത്തിൽ നിന്നും ഒരു വിളക്ക് കത്തിച്ച് സ്ഥലവാസികൾ ബ്രഹ്മചാരിയുടെ മുൻപിൽ അർപ്പിച്ചു. അവിടെ അദ്ദേഹത്തിന് രാത്രി കഴിച്ചുകൂട്ടുന്നതിന് സൗകര്യമില്ലാതിരുന്നതിനാൽ നാട്ടുകാർ അദ്ദേഹത്തെ അവിടെ നിന്നും കിഴക്കോട്ട് ആനയിച്ച് ഇന്ന് കീഴ്തൃക്കോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ചു. ബ്രഹ്മചാരി ആ സ്ഥലത്തിന്റെ തെക്കുഭാഗത്ത് വിശ്രമിച്ചു. ഇളനീരും പഴങ്ങളും കൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ ഉപചരിച്ചു. നദിക്കടുത്തുള്ള ആ സ്ഥലം ഒരു താണപ്രദേശമായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അവിടം വാസയോഗ്യമല്ല എന്ന് ആ വടു മനസ്സിലാക്കി. രാത്രി അസമയമായതിനാൽ നാട്ടുകാർക്ക് അവിടം വിടുന്നതിന് അദ്ദേഹം അനുമതി നൽകുകയും ധ്യാനലീനനായി ഏതാനും സമയം അവിടെ കഴിക്കുകയും ചെയ്തു. ആ ഭാഗം അത്ഭുതശക്തിയാൽ അദ്ദേഹം സ്വന്തം ഭൂതഗണങ്ങളെക്കൊണ്ട് വടക്കേക്കരയിൽ നിന്നും മണ്ണു ചുവപ്പിച്ച് കൊണ്ടുവന്നുയർത്തി. ആ ബ്രഹ്മചാരി വാസ്തവത്തിൽ ഭഗവാൻ പാർത്ഥസാരഥിയായിരുന്നു. ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ബ്രാലബ്രഹ്മചാരി ആറന്മുള വന്ന ദിവസം രാത്രിയിൽ ഭൂതങ്ങൾ മണ്ണിട്ടു പോകുകയും അന്നു രാത്രി തന്നെ അവർ പ്രസ്തുത ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. പ്രതിഷ്ഠ നടത്തിയത് ഭൂമിദേവിയായിരുന്നു. ഭഗവാൻ 6 മുള കെട്ടിയ ചങ്ങാടത്തിൽ വന്നത് കാരണം ആ പ്രദേശത്തിനും ക്ഷേത്രത്തിനും ആറന്മുള എന്ന പേര് സിദ്ധിച്ചു. നിലയ്ക്കലുള്ള ബിംബം ഭൂമിദേവി ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച രാത്രിയിൽ
ഊരാൺമക്കാർക്കും അവിടെ നിവസിച്ചിരുന്ന ഭക്തജനങ്ങൾക്കും ഉണ്ടായ സ്വപ്നമനുസരിച്ച് അടുത്ത ദിവസം എല്ലാവരും നിലയ്ക്കൽ നിന്നും ആറന്മുളയ്ക്ക് വന്നു ചേർന്ന് ക്ഷേത്രത്തിൽ വിധിപ്രകാരം പൂജാ നിവേദ്യാദികൾ മുടക്കം വരാതെ നടത്തി. അവരിൽ മിക്കവരും പിന്നീട് ആറന്മുളയിൽ സ്ഥിരതാമസമാക്കി. ആറന്മുളയിൽ നിന്നും 6 മൈൽ കിഴക്ക് കാട്ടൂർ എന്ന ഗ്രാമത്തിൽ മങ്ങാട്ടില്ലത്ത് മഹാഭക്തനായ ഒരു ഭട്ടതിരിയുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ തിരുവോണത്തിനും ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ടുകയും അവർക്ക് പ്രതിഗ്രഹം കൊടുക്കുകയും ചെയ്തു വന്നു. ഒരു ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഉച്ചയായിട്ടും ബ്രാഹ്മണരെ ആരെയും കിട്ടിയില്ല. പട്ടേരി താടിക്ക് കൈയും കൊടുത്ത് വിഷണ്ണനായി വഴിക്കണ്ണും നട്ട് തിണ്ണയിലിരുന്നു. അപ്പോൾ ദൈവവശാൽ ഒരു മഹാബ്രാഹ്മണൻ അവിടെ എത്തി. പട്ടേരിക്ക് വലിയ സന്തോഷമായി. കാലുകഴുകി ചൂട്ടും പൂജയുമെല്ലാം വെടിപ്പായി നടന്നു. ആ ബ്രാഹ്മണൻ പോകാൻ നേരത്ത് പട്ടേരി ഇങ്ങനെ പറഞ്ഞു: പറ്റുമെങ്കിൽ അടുത്ത ചിങ്ങമാസത്തിൽ തിരുവോണത്തിനും അവിടുന്ന് കാലുകഴുകി ചൂട്ടിന് വരണം. സാധിക്കുമെന്ന് തോന്നുന്നില്ല, വലിയ ബദ്ധപ്പാടാണ്. ആറന്മുള ക്ഷേത്രത്തിൽ വന്നാൽ ഞാൻ അവിടെ കാണും. ശ്രീഹരിയായിരുന്നു ആ വിശിഷ്ട ബ്രാഹ്മണനെന്ന് പട്ടേരിക്ക് പിന്നീട് സ്വപ്നമുണ്ടായി. അടുത്ത വർഷം ചിങ്ങമാസത്തിൽ ഉത്രാട രാത്രിയിൽ 51 പറ ഉണക്കലരിയും അതിനുവേണ്ട കോപ്പും രാവിലെ നട തുറക്കുന്നതു മുതൽ അടയ്ക്കുന്നതുവരെയുള്ള പൂജയ്ക്ക് വേണ്ട സംഭാരങ്ങളുമായി പട്ടേരി ആറന്മുളയ്ക്ക് തിരിച്ചു. തിരുവോണപ്പുലരിക്ക് അവിടെ എത്തി. അന്ന് അമ്പലത്തിലെ ചെലവ് മുഴുവൻ പട്ടേരി നടത്തി. ആറന്മുളയ്ക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള സംഭാരങ്ങളുമായി പട്ടേരി പുറപ്പെട്ട തോണിക്ക് തിരുവോണ ചെലവു തോണി എന്ന പേര് സിദ്ധിച്ചു. ശത്രുക്കളുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി പിന്നീട് ചില വള്ളങ്ങൾ തിരുവോണ ചെലവു തോണിയെ അകമ്പടി സേവിച്ചു. കാലാന്തരത്തിൽ അവ ചുണ്ടൻ വള്ളങ്ങളായി മാറി. നെടുമ്പ്രയാർ കരക്കാരാണ് ആദ്യമായി അകമ്പടിക്ക് വേണ്ടി ഒരു ചുണ്ടൻ വള്ളം നിർമ്മിച്ചത്. ആക്രമണ ഭീതി ഇല്ലാതായപ്പോൾ തിരുവോണത്തോണിയെ അകമ്പടി സേവിച്ച കളിവള്ളങ്ങൾ ഒന്നുചേർന്ന് ഉത്രിട്ടാതി വള്ളം കളി ആരംഭിച്ചു. ആറാം ദിവസത്തെ ഗരുഡവാഹനം എഴുന്നള്ളിപ്പിനാണ് ഇവിടെ ഏറെ പ്രാധാന്യം. അന്നു രാത്രി അത്താഴ ശീവേലിക്ക് പാർത്ഥസാരഥി സർവാലങ്കാര ഭൂഷിതനായി ഗരുഡവാഹനത്തിൽ എഴുന്നള്ളി തെക്കേ നടയിൽ വരുമ്പോഴുള്ള കാഴ്ച ഭക്തി നിർഭരമാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ആറന്മുളയിലെത്തി പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയെ കണ്ടുവണങ്ങി ഭക്തിയുടെ തിരുവോണ സദ്യയുണ്ട് മടങ്ങുന്ന ഭക്തന്റെ ഉള്ളിൽ മുഴങ്ങുന്നത് ആ ശംഖുലി തന്നെയാണ്. മനസ്സിന് നമ്മുടെ മിത്രമാകാനും ശത്രുവാകാനും കഴിയും. ഒരിക്കലും സ്വന്തം മനസ്സിനെ ശത്രുവാക്കരുത്. മനസ്സ് നമ്മോട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ജീവിതം പരാജയമായി തീരും. ചിലർ പറയുന്നത് കേൾക്കാം, മനസ്സില്ല മനസ്സോടെയാണ് ചെയ്തത് എന്ന്. മനസ്സിനിഷ്ടമല്ലാത്തത് ചെയ്യരുത്. മനസ്സിന് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.